GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 31 നടന്ന ടിക്കറ്റ് ഇഷ്യൂർ കം മാസ്റ്റർ പോസ്റ്റിലേക്കുള്ള ഓൺലൈൻ എക്സാമിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായ സൺ യാത് സൺ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? 1911 ചൈനീസ് വിപ്ലവത്തിൻ്റെ നേതാവായ സൺ യാത് സൺ ചൈനയുടെ പുനർനിർമ്മാണത്തിനായി ആവിഷ്കരിച്ച 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: എ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം; ബി സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം; സി ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം; ഡി ഭക്ഷണം, ദേശീയത, സോഷ്യലിസം. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഇതേ ക്വസ്റ്റ്യൻ മുൻപ് വേറൊരു എക്സാമിനും ചോദിച്ചിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1857 മഹത്തായ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. 1. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. 2. ദേശീയവാദികൾ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. 3. കലാപകാരികൾ അവരുടെ പ്രധാന നേതാവായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. 4. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന 1857 മഹത്തായ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ്: എ 1, 2, 3 മാത്രം ശരി; ബി 1, 2, 4 മാത്രം ശരി; സി 1, 2 മാത്രം ശരി; ഡി 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. 1. ഗേദ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു. 2. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. 3. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. 4. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. ഓപ്ഷൻസ്: എ 1, 2, 4 മാത്രം ശരിയാണ്; ബി 2, 4 മാത്രം ശരിയാണ്; സി 1, 4 മാത്രം ശരിയാണ്; ഡി 3, 4 മാത്രം ശരിയാണ്. സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, 2, 4 മാത്രം ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചു. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഓപ്ഷൻസ്: എ മൊയ്യാരത്ത് ശങ്കരൻ; ബി കെ ബി മേനോൻ; സി പണ്ഡിറ്റ് കെ പി കറുപ്പൻ; ഡി KPR ഗോപാലൻ. കെ കേളപ്പൻ അറസ്റ്റിലായതിനെ തുടർന്ന് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, മൊയ്യാരത്ത് ശങ്കരൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണെന്ന് കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. 2. ഹരിയാനയിലെ കുരുക്ഷേത്രയിലാണ് ഈ സംഭവം നടന്നത്. 3. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ ഈ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമ്മേളിച്ചത്. 4. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ച സർ പദവി ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. ഓപ്ഷൻസ്: എ 1, 2, 3 മാത്രം ശരിയാണ്; ബി 1, 2, 4 മാത്രം ശരിയാണ്; സി 1, 2 മാത്രം ശരിയാണ്; ഡി 1, 3, 4 മാത്രം ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, 1, 3, 4 മാത്രം ശരിയാണ്. ബ്രിട്ടീഷ് സൈനിക മേധാവിയായ ജനറൽ ഡയർ ആണ് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു, ഡോക്ടർ സത്യപാൽ ഈ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് സമ്മേളിച്ചത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സമ്മാനിച്ച സർ പദവി തിരിച്ചു നൽകി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? 1. ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. 2. മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു. 3. സുനിത വില്യംസ് ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. 4. ബുച്ച് വിൽമോർ എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയും ഈ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്നു. ഓപ്ഷൻസ്: എ 1, 2, 4 മാത്രം ശരിയാണ്; ബി 3, 4 മാത്രം ശരിയാണ്; സി 1, 2 മാത്രം ശരിയാണ്; ഡി 1, 2, 3 മാത്രം ശരിയാണ്. ആക്സിയം 4 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 1, 2 മാത്രം ശരിയാണ്. ഈ ദൗത്യത്തിന്റെ വിക്ഷേപണ പേടകം ക്രൂ ഡ്രാഗൺ ആയിരുന്നു. മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പുനിലം. ഓപ്ഷൻസ്: എ ടെറായി; ബി ബങ്കർ; സി ഗാദർ; ഡി ലീവിസ്. ബാബർ ബെൽറ്റിന് സമാന്തരമായി ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള ചതുപ്പുനിലം. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, ടെറായി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ ക്രിസ്റ്റലൈൻ മെറ്റമോർഫിക് അപക്ഷയ പ്രക്രിയയ്ക്ക് വിധേയമായി രൂപപ്പെട്ടത്. ഓപ്ഷൻസ്: എ കരിമണ്ണ്; ബി ചുവന്ന മണ്ണ്; സി ലാറ്ററൈറ്റ്; ഡി എക്കൽ മണ്ണ്. ഇന്ത്യൻ ഉപദ്വീപിയിലെ പീഠഭൂമിയിലെ വളരെ പഴക്കം ചെന്ന സ്ഫടികീയ കായാന്തരിത ശിലകൾ അപക്ഷയ പ്രക്രിയയ്ക്ക് വിധേയമായി രൂപപ്പെട്ടത് ഏത് മണ്ണാണെന്നാണ്. ആൻസർ ഒരു ഓപ്ഷൻ ബി ആണ്, ചുവന്ന മണ്ണ്.
9ാമത്തെ ക്വസ്റ്റ്യൻ, ശൈത്യമേഖലയിൽ തുന്ദ്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം? എ എസ്കിമോകൾ, ബി യാക്സുകൾ, സി സാമോയിഡുകൾ, ഡി കൊറിയാക്കുകൾ. ശൈത്യമേഖലയിലെ തുന്ദ്ര പ്രദേശങ്ങളിലെ നാടോടി ഗോത്ര വിഭാഗം. ആൻസർ വരെ ഓപ്ഷൻ സി സാമോയിഡുകൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, സിമന്റ്, കടലാസ് ഉൽപ്പന്നങ്ങൾ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ തുടങ്ങിയവയിൽ ഡാഷ് കാണുന്നു? എ AG മാർക്ക്, ബി ISI മാർക്ക്, സി FSSAI മാർക്ക്, ഡി BIS ഓൾ മാർക്ക്. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ISI മാർക്ക്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കടലിൽ നിന്നും ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ ഉയർന്നു പൊങ്ങി ഡാഷിന് കാരണമാവുന്നു? ഓപ്ഷൻസ് എ സംവഹന വൃഷ്ടി, ബി ശൈലവൃഷ്ടി, സി തീരദേശ വൃഷ്ടി, ഡി ചക്രവാത വൃഷ്ടി. കടലിൽ നിന്നും ഈർപ്പാംശം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ ഉയർന്നു പൊങ്ങി കാരണമാകുന്ന മഴയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ശൈലവൃഷ്ടി. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം? ഓപ്ഷൻസ് എ റഷ്യ, ബി ഇന്ത്യ, സി ചൈന, ഡി ഈജിപ്റ്റ്. 2024 ജനുവരിയിൽ ബ്രിക്സ് സംഘടനയിൽ അംഗമായി ചേർക്കപ്പെട്ട രാജ്യം? ആൻസർ വരെ ഓപ്ഷൻ ഡി ഈജിപ്റ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. 2. നബാർഡ് പ്രധാനമായും കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. 3. നബാർഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സഹസ്ഥാപനമാണ്. ഓപ്ഷൻസ് എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 1, 3 മാത്രം, ഡി 1, 2, 3 എല്ലാം. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 1, 2 മാത്രം. നബാർഡ് 1982 രൂപീകരിക്കപ്പെട്ടു. നബാർഡ് പ്രധാനമായും കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്കുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ടതാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. 2. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. 3. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്ഷൻസ് എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 1, 2, 3 എല്ലാം, ഡി 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ ഒരു ഓപ്ഷൻ സി 1, 2, 3. ഇരുമ്പയിര് ഇന്ത്യയിലെ പ്രധാന ധാതുവാണ്. കേരളത്തിൽ ധാരാളമായി ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ് ആണ്. ബോക്സൈറ്റ് പ്രധാനമായും ആന്ധ്രാപ്രദേശിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് ഏത്? 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ടു. 2. ഇത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ്. 3. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഓപ്ഷൻസ് എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 1, 2, 3 എല്ലാം, ഡി 1, 3 മാത്രം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ ഒരു ഓപ്ഷൻ സി 1, 2, 3 എല്ലാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ്. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 5 ഇയർ പ്ലാൻസ് പഞ്ചവത്സര പദ്ധതികൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. 1. ആദ്യ പദ്ധതി 1951 ആരംഭിച്ചു. 2. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാനായിരുന്നു. 3. 12ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേഗതയാർന്നതും ഉൾക്കൊള്ളുന്നതുമായ വളർച്ച, ഫാസ്റ്റർ ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. ഓപ്ഷൻസ് എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 1, 3 മാത്രം, ഡി നത്തിങ് ഈസ് റോങ്, ഒന്നും തെറ്റല്ല. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട്. ആൻസർ വരെ ഓപ്ഷൻ ഡി, ഒന്നും തെറ്റല്ല, എല്ലാം ശരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960കളിലാണ്. 2. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ലക്ഷ്യം വ്യവസായ വളർച്ചയായിരുന്നു. 3. MS സ്വാമിനാഥൻ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. ഓപ്ഷൻസ് എ 1, 3 മാത്രം, ബി 2, 3 മാത്രം, സി 1 മാത്രം, ഡി 1, 2, 3 എല്ലാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 1, 3 മാത്രം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 1960കളിലാണ്. MS സ്വാമിനാഥൻ ഈ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്രജ്ഞനാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിലൂടെ PM കിസാൻ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം എന്താണ്? എ സൗജന്യ വിള ഇൻഷുറൻസ്, ബി രാസവളങ്ങൾക്ക് സബ്സിഡി, സി വായ്പാ മാപ്പ്, ഡി ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം. പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം? ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, ചെറുകിട കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ G20 ഉച്ചകോടി ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻസ് എ മുംബൈ, ബി ഡൽഹി, സി ബംഗളൂരു, ഡി ഹൈദരാബാദ്. ഇന്ത്യയിൽ G20 ഉച്ചകോടി സംഘടിപ്പിച്ച നഗരം? ആൻസർ വരെ ഓപ്ഷൻ ബി ആണ്, ഡൽഹി. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാര്? എ ഡോക്ടർ BR അംബേദ്കർ, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി BN റാവു, ഡി ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ? ആൻസർ വരെ ഓപ്ഷൻ ബി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? എ 41ാം ഭരണഘടനാ ഭേദഗതി, ബി 42ാം ഭരണഘടനാ ഭേദഗതി, സി 43ാം ഭേദഗതി, ഡി 44ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം കൂട്ടിച്ചേർത്ത ഭേദഗതി? ആൻസർ വരെ ഓപ്ഷൻ ബി, 42ാം ഭരണഘടനാ ഭേദഗതി. 22ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്നവയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? എ യൂണിയൻ ലിസ്റ്റ്, ബി സംസ്ഥാന ലിസ്റ്റ്, സി കൺകറന്റ് ലിസ്റ്റ്, ഡി ഇവയൊന്നുമല്ല. വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ആൻസർ വരെ ഓപ്ഷൻ സി, കൺകറന്റ് ലിസ്റ്റ്.
23 തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? എ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, ബി. അശോക് മേത്ത കമ്മിറ്റി, സി. ഹനുമന്ത റാവു കമ്മിറ്റി, ഡി. തുങ്കൻ കമ്മിറ്റി. തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി, തുങ്കൻ കമ്മിറ്റി. 24 ഭരണഘടനയുടെ 10ാമത്തെ പട്ടികയിൽ ഉൾപ്പെട്ടത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? എ. കൂറുമാറ്റ നിരോധന ബിൽ, ബി. നഗരപാലിക ബിൽ, സി. പഞ്ചായത്ത് ബിൽ, ഡി. പൗരത്വ ബിൽ. ഭരണഘടനയുടെ 10ാം പട്ടികയിൽ ഉൾപ്പെട്ടത്. ആൻസർ വരെ ഓപ്ഷൻ എ, കൂറുമാറ്റ നിരോധന ബിൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. എ. ഓപ്ഷൻസ് എ. എം എ യൂസഫ് അലി, ബി. രവിപിള്ള, സി. രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ, ഡി. രമേശ് രാമകൃഷ്ണൻ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി. ആൻസർ ഓപ്ഷൻ സി, രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 26 മുൾബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് എ. എം മുകുന്ദൻ, ബി. ബെന്യാമിൻ, സി. ജയരാജ് ഇ. പി, ഡി. നിംന വിജയൻ. മുൾബറി എന്ന പ്രശസ്തമായ നോവലിന്റെ രചയിതാവ്. ആൻസർ വരെ ഓപ്ഷൻ ബി, ബെന്യാമിൻ. 27 ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? എ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ബി. സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സി. കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്നും ഈടാക്കുന്നു. ഡി. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ആണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ. എയും സിയും, ബി. എയും ഡിയും, സി. ബിയും സിയും, ഡി. എല്ലാം ശരിയാണ്. ആൻസർ വരെ എല്ലാം ശരിയാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ സംസ്ഥാനത്തിന്റെ ഏകീകൃത ഫണ്ടിൽ നിന്ന് ഈടാക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെയും ചെയർമാന്റെയും കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സ് തികയുന്നത് വരെയോ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. എ. സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വയംപ്രഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വയോജനങ്ങളാണ്. ബി. ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്കുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ശ്രേഷ്ഠം. സി. ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മിത്രം. ഡി. സാമൂഹ്യനീതി വകുപ്പിന്റെ സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഓപ്ഷൻസ് എ. എയും ഡിയും, ബി. ബിയും സിയും, സി. സി മാത്രം, ഡി. ഡി മാത്രം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, സി മാത്രം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്ന പദ്ധതിയാണ് മിത്രം എന്നുള്ളത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ 29 ചേരുംപടി ചേർക്കുക. എയില് കുടുംബശ്രീ, ബിയിൽ ക്ലാസ്മേറ്റ് റോബോട്ട്, സി. കെ ഫോൺ, ഡി. നെഹ്റു ട്രോഫി. അതിൻ്റെ നേർക്ക് വരുന്നത് ഇ. കാത്തു, എഫ്. ഫിബോ, ജി. മിയ, എച്ച്. സ്കഫോ. ഓപ്ഷൻസ് വരിക എ. എച്ച്, ബി. ജി, സി. എഫ്, ഡി. ഇ. ബി വരിക എ. എച്ച്, ബി. ജി, സി. ഇ, ഡി. എഫ്. സി വരിക എ. ഇ, ബി. എച്ച്, സി. ജി, ഡി. എഫ്. ഡി വരിക എ. ജി, ബി. എച്ച്, സി. ഇ, ഡി. എഫ്. കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, എ. എച്ച്, ബി. ജി, സി. എഫ്, ഡി. ഇ. അതായത് കുടുംബശ്രീ പദ്ധതി, സ്കഫോ, ക്ലാസ്മേറ്റ് റോബോട്ട്, മിയ, കെ ഫോൺ, ഫിബോ, നെഹ്റു ട്രോഫി, കാത്തു. 30ാമത്തെ ക്വസ്റ്റ്യൻ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ശരിയായത് ഏതെല്ലാം? എ. ILDM ദുരന്ത നിവാരണ പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ്. ബി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തൃശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് KSEOC, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. സി. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച നിയമപരമായ സ്ഥാപനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ. ഡി. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ. എയും ബിയും, ബി. ബിയും സിയും, സി. എയും സിയും ഡിയും, ഡി എല്ലാം ശരിയാണ്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, എയും സിയും ഡിയും. അതായത് ILDM ദുരന്ത നിവാരണ പരിശീലനവുമായി ബന്ധപ്പെട്ടതാണ്. 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം രൂപീകരിച്ച നിയമപരമായ സ്ഥാപനങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റികൾ. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എ. 1967 രൂപീകരിച്ച കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ബി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ധനകാര്യമന്ത്രിയാണ്. സി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിർവഹിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വികേന്ദ്രീകരണ ആസൂത്രണ വിഭാഗമാണ്. ഡി. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മൂല്യനിർണ്ണയ വിഭാഗം 1969 നിലവിൽ വന്നു.
സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എയും ഡിയും, ബി എയും ബിയും, സിയും ബിയും, ഡി സിയും ഡിയും. ആൻസർ ഒരു ഓപ്ഷൻ ഡി ആണ്, സിയും ഡിയും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി രൂപീകരണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഏകോപനം നിർവഹിക്കുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വികേന്ദ്രീകരണ ആസൂത്രണ വിഭാഗമാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മൂല്യനിർണ്ണയ വിഭാഗം 1969 നിലവിൽ വന്നു. 32ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയല്ലാത്തത് ഏതൊക്കെ? എ, കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരുന്നു. ബി, കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. സി, കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആരംഭിച്ച സമയത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. ഡി, കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്, ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ ബി സി, ബി എയും ബിയും ഡിയും, സി ബിയും സിയും, ഡി എയും ഡിയും. ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്. അതായത് കേരളത്തിൽ ആദ്യമായി ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി എ കെ ആന്റണി ആയിരുന്നു എന്നുള്ളത് തെറ്റാണ്. അതുപോലെ കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളതും തെറ്റാണ്. 33 ചേരുംപടി ചേർക്കുക. 1 കലിംഗരത്ന അവാർഡ്, അതിന്റെ നേരെ ദിവ്യ ദേശ്മുഖ്. 2 വയലാർ അവാർഡ്, അതിന്റെ നേരെ ബി ഇ സന്തോഷ് കുമാർ. 3 ഫിഡെ ചെസ് ചാമ്പ്യൻഷിപ്പ്, അതിന്റെ നേരെ സി സാമന്ത ഹാർവേ. 4 ബുക്കർ സമ്മാനം, അതിന്റെ നേരെ ഡി ധർമ്മേന്ദ്ര പ്രധാൻ. ഓപ്ഷൻസ് എ 1 ഡി 2 ബി 3 എ 4 സി, ബി 1 എ 2 സി 3 ബി 4 ഡി, സി 1 എ 2 ബി 3 ഡി 4 സി, ഡി 1 സി 2 ബി 3 എ 4 ഡി. കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 1 ഡി 2 ബി 3 എ 4 സി. അതായത് കലിംഗരത്ന അവാർഡ് ധർമ്മേന്ദ്ര പ്രധാൻ, വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാർ, ഫിദെ ചെസ് ചാമ്പ്യൻഷിപ്പ് ദിവ്യ ദേശ്മുഖ്, ബുക്കർ സമ്മാനം സാമന്ത ഹാർവേ. 34ാമത്തെ ക്വസ്റ്റ്യൻ, 2025 വയലാർ അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 1 ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന് ലഭിച്ചു. 2 45ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരമാണ്. 3 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 2 മാത്രം, ബി എല്ലാം ശരിയാണ്, സി 1 3 മാത്രം, ഡി 3 മാത്രം. ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്, 2 മാത്രം. 45ാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരമാണ് 2025 തെറ്റാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1 ചെണ്ട തുകൽവാദ്യം, 2 വീണ തന്ത്രിവാദ്യം, 3 കുഴൽ സുഷിരവാദ്യം. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 2 മാത്രം, ബി 1 3 മാത്രം, സി എല്ലാം ശരിയാണ്, ഡി 1 മാത്രം. ആൻസർ ഒരു ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ചെണ്ട തുകൽവാദ്യമാണ്, വീണ തന്ത്രിവാദ്യം, കുഴൽ സുഷിരവാദ്യം. 36ാമത്തെ ക്വസ്റ്റ്യൻ, സത്യം സമത്വം സ്വാതന്ത്ര്യം, ഇത് ഒരു മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്. പത്രം ഏതാണെന്ന് കണ്ടെത്തുക. എ മലയാള മനോരമ, ബി മാതൃഭൂമി, സി ദീപിക, ഡി കേരള കൗമുദി. സത്യം സമത്വം സ്വാതന്ത്ര്യം ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? ആൻസർ ഒരു ഓപ്ഷൻ ബി മാതൃഭൂമി. 37 കേരള ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ചിറക്കൽ, കണ്ണൂരാണ്. 2 സ്ഥാപിതമായത് 1995 ജൂൺ 28. 3 നിലവിലെ ചെയർമാൻ എം മുകുന്ദൻ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 മാത്രം, ബി എല്ലാം തെറ്റാണ്, സി 3 മാത്രം, ഡി 1 2 മാത്രം. ആൻസർ ഒരു ഓപ്ഷൻ ഡി ആണ്, 1 2 മാത്രം. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ചിറക്കലാണ്. സ്ഥാപിതമായത് 1995 ജൂൺ 28. 38ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായവ കണ്ടെത്തുക. 1 തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിൽ സ്ഥിതി ചെയ്യുന്നു. 2 ഡോക്ടർ കെ ജി പൗലോസ് ആണ് ആദ്യ വൈസ് ചാൻസലർ. 3 പ്രശസ്ത മലയാള കവി ചെറുശ്ശേരി 1930 സ്ഥാപിച്ചു. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 3 മാത്രം, ബി എല്ലാം ശരിയാണ്, സി 1 2 മാത്രം, ഡി 2 മാത്രം. ആൻസർ ഒരു ഓപ്ഷൻ എ ആണ്, 3 മാത്രം. പ്രശസ്ത മലയാള കവി ചെറുശ്ശേരി 1930 സ്ഥാപിച്ചു എന്നുള്ളത് തെറ്റാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് എ പ്രമേഹം, ബി കുഷ്ഠം, സി ക്യാൻസർ, ഡി 5ാം പനി. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി. ആൻസർ ഒരു ഓപ്ഷൻ ബി കുഷ്ഠം. 40 ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻസ് എ സി പി രാധാകൃഷ്ണൻ, ബി ദ്രൗപദി മുർമു, സി ജഗദീപ് ധൻഖർ, ഡി ബി സുദർശൻ റെഡ്ഡി. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി. ആൻസർ ഒരു ഓപ്ഷൻ എ സി പി രാധാകൃഷ്ണൻ. ഇനി SCERT സീരീസിൽ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ പാഠം ആദ്യകാല രാഷ്ട്രങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്. ആദ്യമായിട്ട് ഗ്രീസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒളിമ്പിക്സ് വളയത്തിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ്, ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. അതേപോലെ ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏതൻസിലാണ്. ഗ്രീക്ക് സ്ഥിതി ചെയ്യുന്നത് തെക്ക് കിഴക്കൻ യൂറോപ്പിലാണ്. പിന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ.
ഇനി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടയും. അപ്പം നഗരരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു നഗരവും ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഒത്തുചേർന്നാണ് നഗരരാഷ്ട്രങ്ങൾ ഉണ്ടായത്. ഈ നഗരരാഷ്ട്രങ്ങളാണ് പോളിസ് എന്നറിയപ്പെടുന്നത്. ഗ്രീക്കിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടയും. ഏഥൻസ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിക്ലിസിൻ്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാക്കാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ആരാണ് പെരിക്ലിസ്? ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിൻ്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നായിരുന്നു പെരിക്ലിസിൻ്റെ ആശയം. ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു പെരിക്ലിസ്. ഇനി ഏഥൻസിലെ പൗരർ. ഏഥൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം, രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇനി ഏഥൻസിൻ്റെ മറ്റ് സവിശേഷതകൾ. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി, ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം, ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും. ഇനി ഗ്രീസിലെ മറ്റൊരു നഗരരാഷ്ട്രമായിരുന്നു സ്പാർട്ട. ഏഥൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏഥൻസിൻ്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ച് കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഏഥൻസുമായി ശത്രുതയിലായ സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏഥൻസിനെ ആക്രമിച്ചു. പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെട്ട ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. ഇനി പറയുന്ന മാരത്തൺ ഓട്ടമാണ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏഥൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏഥൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ "ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു" എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നു. ഹെറോഡോട്ടസും തൂസിഡൈസും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തിലെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത്. ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസാണ് ഈ കൃതി രചിച്ചത്. സ്പാർട്ടയും ഏഥൻസും തമ്മിൽ നടന്ന പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനേഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ പേര്. അപ്പോൾ ചരിത്രത്തിൻ്റെ പിതാവ് ഹെറോഡോട്ടസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയാണ് ദ ഹിസ്റ്ററീസ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളാണ് അതിലെ ഇതിവൃത്തം. അതുപോലെ തന്നെ ഏഥൻസും സ്പാർട്ടയും തമ്മിൽ നടന്ന പെലോപ്പൊനേഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയ കൃതിയാണ് ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനേഷ്യൻ വാർ. അതിൻ്റെ രചയിതാവ് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഇനി ഗ്രീക്ക് തത്വചിന്തകർ. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ് അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്ലേറ്റോ, സോക്രട്ടീസിൻ്റെ ശിഷ്യൻ, അക്കാദമി എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ലൈസിയം എന്ന പഠനകേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകിയ ആളാണ് സോക്രട്ടീസ്. അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ച രീതിയാണ് സംവാദ രീതി. സോക്രട്ടീസിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോ സ്ഥാപിച്ച പഠനകേന്ദ്രമാണ് അക്കാദമി. പ്ലേറ്റോയുടെ പ്രധാന കൃതി റിപ്പബ്ലിക്.
അരിസ്റ്റോട്ടിൽ പ്ലാറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച പഠനകേന്ദ്രമാണ് ലൈസിയം. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് അരിസ്റ്റോട്ടിൽ.